മലങ്കര ഓർത്തഡോക്സ് സഭയിൽ തൊപ്പിപ്പട്ടമോ? വിദേശത്തുള്ള സഭാവിശ്വാസികൾ ഉയർത്തുന്ന ചോദ്യമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ മറ്റു സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പട്ടം കൊടുത്ത് വൈദികനാക്കുവാൻ അധികാരമുണ്ടോ എന്ന് വിശ്വാസികൾക്ക് ഒരു സംശയം. മലങ്കര കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ തുടങ്ങി മറ്റ് ഇതര സഭകളിൽ നിന്ന് അവരുടെ കാനൂൻ നിയമം തെറ്റിച്ചത് കൊണ്ടും കൽപ്പന ലംഘനം മൂലവും പുറത്താക്കപ്പെട്ട വൈദികരെ ഓർത്തഡോക്സ് സഭയിലെ ചില മെത്രാന്മാർ വിവാഹം കഴിപ്പിച്ച് ഒരു തൊപ്പിയും കൊടുത്ത് സഭയിൽ ചേർത്ത് നിർത്തുന്നു. ഇവരെ ഒന്നുകിൽ വിദേശത്തേക്ക് അയക്കും, അല്ലെങ്കിൽ വിദേശത്ത് പോകാത്തവർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സഭയിൽ ചേർത്ത് നിർത്തും. ഇങ്ങനെ പുറത്താക്കപ്പെട്ട വൈദികരിൽ മിക്കവരും വിവാഹം കഴിച്ചത് മൂലമായിരിക്കും പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കന്യാസ്ത്രീകൾ വരെ ഉണ്ടെന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ളവർ UK-യിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ അമേരിക്കയിലോ പോയാൽ മറ്റാരും അറിയത്തില്ലെന്നത് കൊണ്ടാണ് അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. വിദേശത്ത് ചെന്നിട്ട് അവിടെയുള്ള മെത്രാന്മാരുടെ ഒത്താശയോടുകൂടി വിശ്വാസികളുടെ എതിർപ്പ് ലംഘിച്ച് ചില പള്ളികളിലും വികാരിമാരാകുന്നു. ഇങ്ങനെ പുറത്താക്കപ്പെട്ട കത്തോലിക്ക വൈദികർ സേവനം ചെയ്ത പള്ളികളിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടന്നുവെന്ന്. സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സാധാരണ കണ്ടുവരുന്നത്, വൈദികനായിരിക്കുമ്പോൾ വിവാഹിതനായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൽപ്പനാലംഘനം നടത്തിയാലോ ഏതെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടാലോ ആ വൈദികനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. UK-യിൽ പോലും ഇപ്രകാരം ഒരു വൈദികനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞയിടയ്ക്ക് ഒരു വൈദികനെ മാറ്റി നിർത്തി. വിവാഹിതനായ വൈദികർ കൊച്ചമ്മ മരിച്ചാൽ രണ്ടാം വിവാഹം കഴിക്കാൻ പോലും അനുവാദമില്ല. അച്ഛന്മാർ മരിച്ചുപോയ കൊച്ചമ്മമാർക്കും രണ്ടാമത് വിവാഹം കഴിക്കാൻ സഭാ നിയമം അനുവദിക്കുന്നില്ല. ഇങ്ങനെ അച്ചടക്ക ലംഘനത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വൈദികൻ അയർലൻഡിൽ വന്നെങ്കിലും എതിർപ്പ് മൂലം ഓസ്ട്രേലിയയിലേക്ക് പോയി. മതിൽ ചാടി വരുന്നവർ UK-യിലും യൂറോപ്പിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ വന്നതിന് ശേഷം മെത്രാപോലിത്തമാരുടെ ഒത്താശയോട് കൂടി എതിർപ്പുകൾ കുറഞ്ഞതിന് ശേഷം ഏതെങ്കിലും പള്ളി വികാരിയാക്കും. ഇങ്ങനെ വിദേശത്ത് വന്ന ചില വൈദികരെയും കൊണ്ട് കഷ്ടാനുവാഴ്ച ശുശ്രൂഷകൾ നടത്തിയ സംഭവവുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പള്ളിയിൽ ചാടി വന്ന ഒരു വൈദികനെ കൊണ്ട് ഇടവക ജനങ്ങളുടെ എതിർപ്പ് മറികടന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുന്നത് പതിവായി. ആ പള്ളിയിലെ വിശ്വാസികൾ എതിർത്തിട്ടും വികാരി മെത്രാന്റെ ഒത്താശയോടെ വിശുദ്ധ കുർബാനയിൽ ഇയാളെ കൂടെ നിർത്തുന്നു. മലങ്കര കത്തോലിക്ക സഭയിൽ പൗരോഹിത ശുശ്രൂഷയിൽ നിന്ന് വിടുവിച്ചതും പുരോഹിത വസ്ത്രം ധരിക്കുന്നതും പുരോഹിതൻ എന്ന നാമം ഉപയോഗിക്കുന്നതും നിരോധിച്ച ഒരു വൈദികൻ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിലെത്തിയിട്ടുണ്ട്. ഈ വൈദികനെ വിശ്വാസികളുടെ എതിർപ്പ് മറികടന്ന് വിശുദ്ധ കുർബാനയിൽ കൂടെ നിർത്തി അംഗീകാരം കൊടുക്കുവാനും ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ളവർ വിദേശത്ത് പോയതിനു ശേഷം നാട്ടിൽ അവരവരുടെ ദേശത്ത് വന്ന് സഭയുടെ എന്തെങ്കിലും പ്രൊജക്ടിനോ ആശ്രമങ്ങളുടെ പണികൾക്കോ പള്ളിയുടെ പുനരുദ്ധാരണത്തിനോ സംഭാവനകൾ കൊടുക്കും. മാത്രമല്ല കേരളത്തിലെ പള്ളികളിലും കയറി വിശുദ്ധ കുർബാന അർപ്പിക്കും. ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാമെന്ന ഒരു പൊതു തീരുമാനം എടുക്കണം. സഭാവിരുദ്ധ നടപടികൾ മൂലം ശിക്ഷണ നടപടിക്ക് വിധേയരായ അനേകം വൈദികർ ഓർത്തഡോക്സ് സഭയിൽ തന്നെയുണ്ട്. കുമ്പസാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാറ്റി നിർത്തിയവരുമുണ്ട്. ഒരു നിയമം നിലനിൽക്കെ ഇങ്ങനെ മതിൽ ചാടി വരുന്നവരെ വിവാഹം കഴിപ്പിച്ച് വിദേശ രാജ്യങ്ങളിൽ ആരും കാണാതെ വൈദിക പദവി കൊടുക്കുന്ന നടപടി ഒട്ടും ശരിയല്ല. വ്യക്തിപരമായി ആരും ഇവർക്കെതിരല്ല. പക്ഷെ സഭയിൽ ഒരു നിയമം നിലനിൽക്കെ ആ നിയമം കാറ്റിൽ പറത്തി മെത്രാന്മാരുടെ ഒത്താശയിൽ തോന്നിവാസം കാണിക്കുന്നത് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്.